ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഈ കഴിഞ്ഞ ഏപ്രിൽ 2025 ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുംഭാഭിഷേകമായിരുന്നു. കുംഭാഭിഷേകത്തിനോടനുബന്ധിച്ച് എഴുന്നള്ളത്തിനായി വന്ന ആനകളെല്ലാം ഞങ്ങളുടെ തൊടിയിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ കുറേ സമയം ആനകളെ നോക്കി നിൽക്കാനൊരു അവസരം കിട്ടി. പേരുകേട്ട 5 ആനകളാണ് എഴുന്നള്ളത്തിനായി എത്തിയത്. ആനകളെല്ലാം അതിരാവിലെ തന്നെ വലിയ ട്രക്കുകളിലാണ് വന്നെത്തിയത്. കൂടെ തന്നെ വേറെ ഒരു വണ്ടിയിൽ എലിഫന്റ് സ്ക്വാഡുകാരും പിന്നെ ആംബുലൻസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എഴുന്നള്ളത്തിന് മുൻപായി തന്നെ പാപ്പാന്മാർ ആനകളെയെല്ലാം ഉരച്ച് തേച്ച് കുളിപ്പിച്ച് വെള്ളമെല്ലാം കുടിപ്പിച്ച് ഉഷാറാക്കി നിർത്തിയിരുന്നു. കേരളത്തിലെ ഉത്സവങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ആന. എങ്കിലും ചില അവസരങ്ങളിൽ ആനകളോടുള്ള പാപ്പാന്മാരുടെ പെരുമാറ്റവും ബാക്കി ആളുകളുടെ പെരുമാറ്റവും ആനകൾ അനുഭവിക്കുന്ന യാതനകളും കാണുമ്പോൾ ഇനിയുള്ള കാലം എത്രത്തോളം ആനകളെ ഉത്സവങ്ങൾക്കായി എഴുന്നള്ളിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒരു വന്യജീവിയായ ആന ശരിക്കും മനുഷ്യനുമായി ഇണങ്ങാത്ത ഒരു മൃഗം തന്നെയാണ്. പക്ഷേ മനുഷ്യരവരുടെ ആവശ്യങ്ങൾക്കായി ആനകളെ ഭയപ്പെടുത്തി മെരുക്കിയെടുത്തിരിക്കുന്നു. ഇപ്പോഴും പല രാജ്യങ്ങളിലും ഇതിൻ്റെ കൊമ്പിനായി ആനയെ വേട്ടയാടി കൊല്ലുന്നത് കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗം കൂടിയാണ് ആന. ആഫ്രിക്കൻ ആനകളെക്കാളും ഏഷ്യൻ ആനകൾക്കാണ് ചന്തം കൂടുതൽ. ആഫ്രിക്കൻ ആനകളിൽ പെണ്ണിനും ആണിനും കൊമ്പ് കാണാറുണ്ട്. പക്ഷേ ഏഷ്യൻ ആനകൾക്ക് ആണിന് മാത്രമായിരിക്കും കൊമ്പുണ്ടാവുക. ആൺ ആനകൾക്ക് കൊമ്പില്ലാത്തവയെ അല്ലെങ്കിൽ പേരിന് മാത്രം കൊമ്പുള്ളവയെ മോഴയാന എന്നാണ് വിളിക്കുന്നത്. പക്ഷേ കൊമ്പൻ ആനകളെക്കാട്ടിലും പവറും ആരോഗ്യം കൂടുതലും മോഴകൾക്കാണെന്നാണ് പറയപ്പെടുന്നത്. ആനകളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് വിരൽ ഇല്ലാതെ തന്നെ നഖം ഉണ്ട് എന്നുള്ളതാണ്. 18 നഖങ്ങളാണ് സാധാരണമായി ആനകൾക്ക് കാണുന്നത്. 5 വീതം മുൻകാലുകളിലും 4 വീതം പിൻകാലുകളിലുമാണ് കാണാറുള്ളത്. എന്നാൽ ചില ആനകൾക്ക് 5 വീതം എല്ലാ കാലുകളിലും അങ്ങനെ 20 നഖം കാണാറുണ്ട്. ഇതാണ് കൊട്ടാരക്കര ഗണപതിയുടെ തട്ടകക്കാരനായ കീഴൂട്ട് വിശ്വനാഥൻ എന്ന ആന. പ്രശസ്ത സിനിമാ നടൻ ശ്രീ ഗണേഷ് കുമാറിൻ്റെ ആനയാണ് ഈ കീഴൂട്ട് വിശ്വനാഥൻ. പരമ്പരയായിട്ട് ആനക്കമ്പമുള്ള കുടുംബമാണ് കൊട്ടാരക്കരയിലുള്ള കീഴൂട്ട് തറവാട്. ഏകദേശം 25 വയസ്സ് മാത്രം പ്രായമുള്ള ആനയാണിത്. ആ കാണുന്ന ആനയാണ് മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ. നല്ല തലയെടുപ്പും അതിനൊത്ത ഉയരവുമുള്ള ആനയാണ് മംഗലാംകുന്ന് ശരണയ്യപ്പൻ. ഇപ്പോഴത്തെ മംഗലാംകുന്ന് തറവാട്ടിലെ ഏറ്റവും വലിയ ആനയാണിവൻ. ഈ നിൽക്കുന്നതാണ് മനിശ്ശേരി രാജേന്ദ്രൻ. കേരളത്തിലെ ആനകളിൽ വെച്ച് ഏറ്റവും വണ്ണവും നീളവുമുള്ള കൊമ്പുകൾക്കുടമയാണിവൻ. കൊമ്പന്മാരിലെ വമ്പനായ മനിശ്ശേരി രാജേന്ദ്രനെ നിങ്ങൾ പുലിമുരുകൻ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. വലിയ മസ്തകവും തികഞ്ഞ തുമ്പിക്കൈയും മുറം പോലെയുള്ള വലിയ ചെവികളും വൃത്തിയുള്ള നഖങ്ങളുമെല്ലാം ഉള്ള ഈ മനിശ്ശേരി രാജേന്ദ്രനെ വേറെയും സിനിമകളിൽ നിങ്ങൾ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? സിംഹാസനം, ആനച്ചന്തം എന്നിങ്ങനെ പല സിനിമകളിലും അഭിനയിച്ച കക്ഷിയാണിവൻ. കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിരായി മാറുന്ന ഒരു ആനമിടുക്കൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉത്സവ പ്രേമികളുടെ മനസ്സിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് ഓടിയെത്തുന്ന ഒരു പ്രിയങ്കരനാണിവൻ. ഈ ഒറ്റക്കൊമ്പനെ നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ഇതാണ് നമ്മുടെ എറണാകുളം ശിവകുമാർ. ഏകദേശം 60 വയസ്സോളം പ്രായമുള്ള ഗജവീരനാണ് ഇവൻ. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇവനെ കൊടുങ്ങല്ലൂർ സ്വദേശിയായിരുന്ന കെ ഭാസ്കരൻ കോടനാട് നിന്നും ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നയുടൻ സമർപ്പണത്തിന് മുൻപായി കുറച്ചുനാൾ എറണാകുളത്ത് അമ്പലത്തിലായിരുന്നു ഇവൻ നിന്നിരുന്നത്. പിന്നെ ഇവൻ അവിടുത്തെ തന്നെ ആനയായി മാറുകയായിരുന്നു. സ്വന്തം കൊമ്പ് ഒടിച്ചു കളഞ്ഞ ഒരു കഥ ഇവനുണ്ട്. ഒരു നാടൻ ആനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവനാണ് എറണാകുളം ശിവകുമാർ.
നല്ല ലക്ഷണമൊത്ത കൊമ്പ് വളർച്ച ഉണ്ടായിരുന്ന ഇവന്റെ കൊമ്പുകളെ ആരോ കണ്ണുവെച്ചതുപോലെ ആയിരുന്നു അവന്റെ കൊമ്പുകളിൽ പഴുപ്പ് ബാധിച്ചത്. അങ്ങനെ അവൻ മദപ്പാടിന്റെ ഒരു അവസ്ഥയിൽ വേദന കൊണ്ട് മണ്ണിൽ കുത്തി കൊമ്പ് ഒടിച്ചു കളയുകയായിരുന്നു. ഒറ്റക്കൊമ്പൻ എന്ന ആ ഒരു കുറച്ചിൽ വരുത്താതെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വക കൃത്രിമ കൊമ്പുകളും വെച്ച് ഇവൻ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ എഴുന്നള്ളുന്നു. അങ്ങനെ തൃശൂർ പൂരത്തിന് വരെ തെക്കേ ഗോപുര നട തുറന്നു വരുന്നത് നമ്മുടെ എറണാകുളം ശിവകുമാറാണിപ്പോൾ. അഞ്ചാമതായി ഉണ്ടായിരുന്നത് മംഗലാംകുന്ന് മുകുന്ദനാനയാണ്. പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരത്തെ മംഗലാംകുന്നിൽ പേരുകേട്ട തറവാട്ടിലെ അംഗമാണിവൻ. പണ്ട് 20ലധികം ആനകൾ നിന്നിരുന്ന ഒരു തറവാടാണിത്. ആനകളും അവരുടെ പാപ്പാന്മാരും ആയിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് അവരുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഏറെ മുതൽക്കൂട്ടാവുന്നത്. എത്ര പറഞ്ഞാലും അറിഞ്ഞാലും മതിയാവാത്ത അത്രയുണ്ട് ആനയും ആനക്കാര്യങ്ങളും. നാട്ടാനകളും മനുഷ്യരും കൂടി ഇത്ര അധികം ഇടപഴകി ജീവിക്കുന്നത് ഈ കേരളത്തിലല്ലാതെ മറ്റൊരു സമൂഹത്തിലും ഉണ്ടാവുകയില്ല. എത്ര കണ്ടാലും മതിവരാത്ത ഒരു മൃഗമാണ് ആന. സോഷ്യൽ മീഡിയകളിലൂടെ ആനകളെക്കുറിച്ചുള്ള അറിവുകളും വീഡിയോകളും പ്രചരിച്ചതോടുകൂടി ഇപ്പോൾ ആനക്കമ്പവും ആനപ്രേമികളും വർദ്ധിച്ചു വരുന്നു. കുംഭാഭിഷേകത്തിന്റെ എഴുന്നള്ളിപ്പിന് നിരനിരയായി ആനച്ചമയങ്ങളോടുകൂടി വരുന്ന ഈ 5 പേരും പിന്നെ കുടമാറ്റത്തിന്റെ ചില ദൃശ്യങ്ങളും കൂടി ഞാൻ ചേർക്കുന്നു.